രാമനെ 14 വർഷത്തേക്ക് വനവാസത്തിന് യാത്ര അയക്കാൻ ഒരു വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷെ രാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ ഒറ്റ ആളേ ഉണ്ടായിരുന്നുള്ളൂ, ലക്ഷ്മണൻ. പുരാണങ്ങളിൽ അൺപാരൽഡ് ആയിട്ടുള്ളൊരു ഡിവോഷൻ്റെ മാതൃകയാണ് നമ്മൾ ലക്ഷ്മണനിൽ കാണുന്നത്. കാരണം അദ്ദേഹം ഭാര്യ ഊർമിളയെ 2 മക്കളൊക്കെ വിട്ടിട്ടാണ് ബ്രദറായ രാമൻ്റെ കൂടെ കാട്ടിലേക്ക് പോകുന്നത്. കാട്ടിലെ ആദ്യത്തെ രാത്രിയിൽ നിദ്രാദേവിയോട് ലക്ഷ്മണൻ ആവശ്യപ്പെടുന്നൊരു വരമുണ്ട്. 14 വർഷം ഉറങ്ങാതിരിക്കാനുള്ള വരം, സഹോദരന് കാവലിരിക്കാനാണ്. അപ്പം നിദ്രാദേവി പറഞ്ഞു, വരം തരാം, പക്ഷേ മറ്റാരെങ്കിലും നിനക്ക് വേണ്ടി ഇങ്ങനെ മുഴുവൻ സമയം ഉറങ്ങണം. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, എൻ്റെ ഭാര്യ ഊർമിളയോട് ചോദിക്കുക. ഊർമിള അത് സമ്മതിച്ചു. 14 വർഷം ഊർമിള കിടന്നുറങ്ങിയെന്ന് പറയാം. അതിനാണ് ഊർമിള നിദ്ര എന്ന് പറയാം. അടുത്ത ഒരു ഡിവോഷനുള്ള ഉദാഹരണം, ഒരു കമ്മിറ്റഡ് ഡിവോഷൻ. ഇന്നത്തെ ഗോസ്പലിൽ അങ്ങനെ ഒരു കമ്മിറ്റഡ് ഡിവോഷനിലേക്കാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്. മാത്യുവിൻ്റെ ഗോസ്പലിൽ ആദ്യത്തെ സെറ്റ് ഓഫ് മിറക്കിൾസ് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് മിറക്കിൾസ് ആരംഭിക്കുകയാണ്. അതിനിടയ്ക്കുള്ള ഒരു ഇൻ്റർവെല്ലാണ് ഇന്നത്തെ ഗോസ്പൽ. അതിൽ നമ്മൾ കാണുന്നത് ഈശോ ശിഷ്യന്മാരോട് പറയാണ്, ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ അക്കരയ്ക്ക് പോകാൻ ഈശോ കമാൻഡ് ചെയ്യാണ്. അത് നിർബന്ധമാണത്, കൽപ്പനയാണ്. എന്തിനക്കരയ്ക്ക് പോകുന്നത്? ഇതൊരു ഫിൽറ്ററിങ് പ്രോസസ്സാണ്. ആൾക്കൂട്ടത്തിൽ നിന്നും കൂട്ടാളിയെ തിരഞ്ഞെടുക്കാനുള്ള ഫിൽറ്ററിങ്ങാണ്. ആൾക്കൂട്ടമല്ല, നമ്മൾ കൂട്ടാളിയായിട്ട് മാറണം. അതിൻ്റെ ഉദാഹരണമായിട്ട് 2 പേർ ഈശോയുടെ മുമ്പിൽ വരുന്നുണ്ട്. അല്ല, ആദ്യത്തെ ആളോട് ഈശോ പറയുന്നത്, എനിക്ക് തലചായ്ക്കാൻ ഇടവില്ല എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് അത് സഫറിങ്ങിലേക്കാണ്, അത് നഷ്ടത്തിലേക്കാണ്, നീ വരുന്നുണ്ടോയെന്നാണ്. രണ്ടാമത്തെ ആളോട് ഈശോ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്ന് അപ്പനെ സംസ്കരിക്കുക എന്നുള്ളത്, അതുപോലും അപ്രിയമായിട്ട് മാറണം ഈശോയെ നമ്മൾ പിന്തുടരുമ്പോൾ. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അങ്ങനെ ഈ ഫിൽറ്ററിങ്ങിലൂടെ പോയിട്ട് നമ്മൾ വെറും ആൾക്കൂട്ടത്തിൽ നിന്ന് കൂട്ടാളിയായിട്ട് മാറുന്നുണ്ടോ? ചിന്തിക്കണം. ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി ഈശോയുടെ പുറകെ പോകുന്ന ആളാണോ, അല്ലെങ്കിൽ ഈശോയുടെ കൂടെ നടക്കുന്ന കൂട്ടാളിയാണോ?